ക്രിസ്മസ് സന്ദേശവുമായി ക്രിസ്ത്യൻ മത നേതാക്കൾ പാണക്കാട് കുടുംബത്ത് എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇനി കാണുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് നിങ്ങൾക്ക് ക്രിസ്ത്യൻ മത നേതാക്കൾ അവരുടെ ക്രിസ്മസ് സമ്മാനം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ ക്രിസ്മസിനും അച്ഛന്മാർ മലപ്പുറത്തെയും അതുപോലെ ഇവിടെ ഊരകം അവിടുത്തെ പള്ളികളിലുള്ള അച്ഛന്മാർ എല്ലാ ക്രിസ്മസിനും വരും. ഞങ്ങൾ അവിടെയും പോകാറുണ്ട്. ഇത്തവണ ഇവിടെ നിൽക്കുകയാണ് അവരുടെ സ്നേഹ സന്ദേശം നൽകുന്നതിനും പിന്നെ സമ്മാനം അതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ഇനി ഞങ്ങൾ നാളെ പിന്നെ ചക്കാലക്കൽ പിതാവിനെ കാണുന്നുണ്ട് കോഴിക്കോട്. അദ്ദേഹത്തിന് ക്രിസ്മസ് ആശംസകളൊക്കെ നേരാൻ വേണ്ടി പോകും നാളെ. ഓക്കെ. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ അടുത്തടുത്ത് താമസിക്കുന്ന ഒരു അയൽവക്കക്കാരാണ്. ചർച്ചകളെല്ലാം അടുത്തടുത്താണ്. ഞങ്ങൾ എല്ലാ ആഘോഷത്തിലും ഒന്നിച്ച് കാണാറുണ്ട്, അല്ലാത്ത അവസരത്തിലും കാണാറുണ്ട്. ഇവിടെ ഈ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെ അവസരത്തിൽ സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് എല്ലാ ആശംസകളും നേരാൻ വേണ്ടി വന്നതാണ്. എല്ലാവരുടെയും പേരിൽ ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും പാണക്കാട് കുടുംബം തന്നെ ഒരു മതേതരത്വത്തിന്റെ ഒരു ഐക്കണാണ്. സാദിഖ് അലി തങ്ങളാണെങ്കിലും നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ തങ്ങൾ ഈ മതേതരത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. മുനമ്പ പ്രശ്നത്തിലൊക്കെ ആണെങ്കിലും വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ്. അതിനൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതുപോലെ മതേതരത്വം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും പറയാതറിയാം. ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു മനോഭാവം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. എല്ലാ തരത്തിലുള്ള സഹായം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നൽകാനായിട്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട് എന്നുള്ളതും കൂടെ സന്തോഷത്തോടെ ഓർക്കുക. അതും തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. സാദിഖ് അലി തങ്ങൾ നമ്മുടെ ഇന്ത്യൻ സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് മാർപ്പാപ്പയെ സന്ദർശിക്കുകയും സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ സാദിഖ് അലി തങ്ങളുടെ സാന്നിധ്യം വളരെ നമുക്കൊരു സന്തോഷകരമായ കാര്യമായിരുന്നു. അപ്പോൾ ആ രംഗത്തെല്ലാം വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പിന്നെ മലപ്പുറം പള്ളി നിങ്ങൾക്ക് അറിയാമല്ലോ, മലപ്പുറത്തെ ക്രിസ്ത്യൻ ചർച്ച് അതിന്റെ പിതാവുമായിട്ടുള്ള അതിന്റെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ചർച്ച് തുടങ്ങുന്ന കാലത്ത് പ്രാദേശികമായിട്ടുള്ള ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ പിതാവ് അത് അറിഞ്ഞപ്പോൾ അത് ആ പള്ളി അവിടെ നമുക്ക് വേണം, മലപ്പുറത്ത് ക്രിസ്ത്യൻ സമൂഹത്തിനുള്ള ഒരു ആരാധനാ കേന്ദ്രം ആവശ്യമാണ്, അപ്പോൾ അത് ആരും അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് അദ്ദേഹം മുനിസിപ്പാലിറ്റിയെ കൊണ്ടൊരു തീരുമാനം തന്നെ എടുപ്പിച്ചുകൊണ്ടാണ് ആ പള്ളിയുടെ നിർമ്മാണം അവിടെ ഉണ്ടായത്. ഇപ്പോൾ നല്ലൊരു മലപ്പുറം കേന്ദ്രത്തിന് നല്ലൊരു ചിഹ്നമായിട്ട് അവിടെ നമുക്ക് കാണാം. സാമുദായിക സൗഹാർദ്ദത്തിന് പള്ളിയുണ്ട്, ചർച്ചുണ്ട്, അതിന് തൊട്ടപ്പുറത്തുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഒരു സാമുദായിക സൗഹാർദ്ദത്തിന് നല്ലൊരു അടയാളം മലപ്പുറത്ത് നമുക്ക് കാത്തുസൂക്ഷിക്കുവാൻ കഴിയുന്നുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു കത്തോലിക്ക സഭയിലെ പുരോഹിതർ. സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഒരു അടയാളം എന്ന നിലയ്ക്കുള്ള കൂടിക്കാഴ്ചയായിട്ടാണ് ഇരുവരും അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പം ചേരുന്നു. അസ്ലം, ഇത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഒരു പ്രകടോദാഹരണമാണ് എന്ന് രണ്ടുപേരും പേരും പറയുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് കുടുംബവും മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവാഹകരാണെന്നും മുനമ്പം വിഷയത്തിലടക്കം അവരെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണെന്നും പറയുന്നു കത്തോലിക്ക പുരോഹിതൻ. അപ്പൊ ഇത് ഇരുവരെ സംബന്ധിച്ചും എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോ പുറത്തുനിന്ന് വന്ന ആളുകൾ ഒരു കത്തോലിക്ക സഭയിലെ അതിപ്രധാനികളൊന്നും അല്ലെങ്കിൽ കൂടിയും ഈ വിഷ്വൽസ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് തോന്നുന്നത് അസ്ലം? നിഷാദ്, ഈ ക്രിസ്മസ് വേളകളിൽ പാണക്കാട് കുടുംബത്തിലേക്ക് ഈ മലപ്പുറം ഫാത്തിമ ചർച്ചിലെ വികാരിമാർ സ്ഥിരമായി വരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ ഫാദറിന്റെ വികാരിയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ നിവേദക സംഘം ഇവിടെ എത്തുകയും സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുകയും അദ്ദേഹത്തിന്റെ സ്നേഹസമ്മാനം കൈമാറുകയും ചെയ്തത്. അതേസമയം ഈ സമയത്ത് വളരെയധികം രാഷ്ട്രീയവും അതോടൊപ്പം സൗഹാർദ്ദവും പകരുന്നു നൽകുന്ന ചില ദൃശ്യങ്ങൾ കൂടിയാണിത്. പ്രത്യേകിച്ച് മുൻപ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൂടെ അത്തരമൊരു വിഷയം ഒരു വഖഫ് വിഷയോടെ നടക്കുമ്പോൾ അതിന് പിന്നാലെ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പിനുള്ള ശ്രമങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തും സമാനമായ ചില സ്ഥലങ്ങൾ കാസയുടെ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സൗഹൃദ സന്ദർശനങ്ങൾ അത് പഴയേക്കാൾ കൂടിയ ഊഷ്മളതയോടുകൂടി നിലനിർത്തുന്നു. മാത്രമല്ല പരസ്പര സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഈ നേതൃത്വങ്ങളെല്ലാം തന്നെയും ക്രിസ്ത്യൻ നേതൃത്വങ്ങളും അതുപോലെ മുസ്ലിം വിഭാഗത്തിലെ നേതൃത്വങ്ങളൊക്കെ തന്നെയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന പരസ്പരം സന്തോഷവേളകളിൽ ആഘോഷവേളകളിൽ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ആശംസകൾ കൈമാറുകയും ചെയ്യുക എന്നുള്ളത്
സ്വാഭാവികമായിട്ടും നിഷാദ് പറഞ്ഞതുപോലെ വലിയ പ്രാധാന്യം ഈ സന്ദർഭത്തിൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം പിന്നെ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിന് നേതൃത്വമുള്ള സംഘമാണ് അല്പസമയം മുമ്പ് പാണക്കാട് വീട്ടിലെത്തിയത്. സാദിഖലി ശിഹാബ് തങ്ങളുമായി ഇരിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം റോമിൽ പോയി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും പരസ്പരം സന്തോഷം സൗഹൃദം പങ്കുവച്ചു. മുതലും മുൻപ് വിഷയത്തിലടക്കം സാദിഖലി തങ്ങളെടുത്ത ഇടപെടലുകളെ പ്രശംസിച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്.